ഹലോ, നമുക്കൊന്ന് മേക്കപ്പ് ചെയ്യാൻ പഠിച്ചാലോ? ഹായ്, ഞാൻ ജിജി എബ്രഹാം, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ലിയ ബ്യൂട്ടി സ്റ്റുഡിയോ ആൻഡ് അക്കാഡമി, ചാലക്കുടി. നമുക്ക് ദൈനംദിനമായിട്ട് നമുക്ക് സ്വന്തമായിട്ടൊന്ന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡെയിലി ഇപ്പോൾ ഓഫീസിൽ പോകുന്നവർക്കാണല്ലോ സ്കൂളിൽ പോകുന്നവർക്കോ എങ്ങനെ ഈസി ആയിട്ട് ഒന്ന് മേക്കപ്പ് ചെയ്ത് പോവാം എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസർ, അതാണ് ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മളൊരു വർക്ക് ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ സ്കിൻ പ്രിപ്പയർ ചെയ്ത് റെഡി ആക്കേണ്ടതുണ്ട്. അപ്പൊ നല്ലതായിട്ട് ക്ലെൻസ് കൊടുക്കുക, എന്നിട്ടൊരു ടോണർ ഇടുക. ടോണർ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന്റെ pH ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നല്ല ഒരു മോയ്സ്ചറൈസറും ഇടുക. അപ്പോൾ നമ്മളുടെ റൊട്ടീൻ, അതൊരു ഡെയിലി റൊട്ടീനാണ്, അതങ്ങോട്ട് പൂർത്തീകരിക്കാം. അതിനുശേഷം നമ്മൾ ഒരു മേക്കപ്പ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫേഷ്യൽ ഹെയർ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ടാവണം. ഫേസിൽ ഹെയർ ഇരുന്നാൽ അല്ലെങ്കിൽ അപ്പർ ലിപ്പിൽ ഹെയർ ഇരുന്നാൽ നമ്മൾ ഇടുന്ന ആ ഒരു മേക്കപ്പ് നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ പിടിക്കില്ല. ഒരു മഞ്ഞ് വീണതുപോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ചിലപ്പോൾ പാച്ചസ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ വേർത്ത് നിൽക്കുമ്പോഴും നമുക്ക് അത് ആ ഒരു ഇത് നമ്മൾ ചെയ്ത വർക്കിന് ഒരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ ഫേഷ്യൽ ഹെയർ ക്ലിയർ ആയിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ടാവണം. ഇനി നമ്മൾ മേക്കപ്പിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രൈമർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് പ്രൈമർ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കിന്റെ ബേസ് ആണ് ഈ പ്രൈമർ എന്ന് പറയുന്നത്. അപ്പൊ ഒരുപാട് തരം പ്രൈമേഴ്സ് നമുക്ക് കിട്ടാനുണ്ട്. പക്ഷെ നമ്മളുടെ കയ്യിൽ ഒരു പോർ മിനിമൈസിങ് ആയിട്ടുള്ള ഒരു പ്രൈമർ എന്തായാലും ഉണ്ടാവണം. നമുക്കിപ്പോ ഡെയിലി നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി എല്ലാ പ്രൈമറും കീപ്പ് ചെയ്യേണ്ട കാര്യമില്ല. അതൊക്കെ ആർട്ടിസ്റ്റുകൾ നമ്മൾ സൂക്ഷിക്കുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഒരു പ്രൈമർ അത്യാവശ്യം വേണം. അതിനുശേഷം നമുക്ക് കളർ കറക്റ്റേഴ്സ് യൂസ് ചെയ്യാം. അപ്പൊ അത് പലതരത്തിലുണ്ട്. ഇപ്പൊ ഓറഞ്ച് ഷെയ്ഡ് ഉണ്ട്, റെഡ് ഷെയ്ഡ് ഉണ്ട്, അതുപോലെ തന്നെ ലാവൻഡർ ഷെയ്ഡ് ഉണ്ട്, ഗ്രീൻ ഷെയ്ഡ് ഉണ്ട്, അങ്ങനെ പല ഷെയ്ഡിലുണ്ട്. അപ്പൊ കുറച്ച് ഡാർക്ക് കളേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റെഡ് ഷെയ്ഡ് യൂസ് ചെയ്യാം. ഒരു മീഡിയം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓറഞ്ച്, യെല്ലോ ഒക്കെ യൂസ് ചെയ്യാം. ഫെയർ ആണെന്നുണ്ടെങ്കിൽ ഗ്രീൻ നമുക്ക് യൂസ് ചെയ്യാം. ഹൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഡാർക്ക് സർക്കിൾസ് നമുക്ക് ഹൈഡ് ചെയ്യാം, അതുപോലെ പിമ്പിൾസ് ഹൈഡ് ചെയ്യാം, അതുപോലെ ബ്ലാക്ക് സ്പോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഹൈഡ് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കളർ കറക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഫൗണ്ടേഷനിലേക്ക് വരിക. അപ്പോൾ പലർക്കും അറിയത്തില്ല അവരവരുടെ സ്കിൻ ടോൺ എന്താണ്. പലരും ഇങ്ങനെ സ്റ്റുഡിയോയിൽ വന്നിട്ട് ഞങ്ങളുടെ സ്കിൻ ടോൺ ഒന്ന് പറഞ്ഞുതരാമോ, അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന നമ്പർ ഒന്ന് പറഞ്ഞുതരുമോ എന്നൊക്കെ ചോദിച്ചാൽ ഒത്തിരി പേര് നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മളുടെ ഏതാണ്ട് ഇവിടുത്തെ ഇതാണ് ശരിക്കുള്ള നമ്മളുടെ കളർ ടോൺ. ഈ ഏരിയയിലെ നമ്മുടെ സ്കിന്നാണ് ശരിക്കുള്ള നമ്മുടെ സ്കിൻ. അപ്പൊ അതിന് പറ്റിയ ഒരു ഫൗണ്ടേഷൻ നിങ്ങൾ സെലക്ട് ചെയ്യാം. ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് സെയിം ഒറ്റ ഫൗണ്ടേഷൻ തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ നമ്മളുടെ സ്കിൻ ടോണിന് അനുപാതമായിട്ടുള്ള അടുത്ത് നിൽക്കുന്ന 1-2 ഫൗണ്ടേഷൻ നിങ്ങൾ എടുക്കാം. എന്നിട്ട് അതിനെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. 1:1, 1:2, 1:3 എന്നൊക്കെ ഉള്ള റേഞ്ചിൽ നിങ്ങൾ അതിനെ മിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളത് യൂസ് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഫൗണ്ടേഷന്റെ കാര്യമായി. പിന്നെ നമ്മുടെ മേക്കപ്പിൽ ഏറ്റവും പ്രധാനം, നമ്മൾ സിമ്പിളായിട്ട് നമ്മളായിട്ട് ചെയ്യുന്ന മേക്കപ്പിൽ ഏറ്റവും പ്രധാനം നമ്മളുടെ കണ്ണും ചുണ്ടുമാണ്. അപ്പൊ കണ്ണ് വൃത്തിയാവണം എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ ഐബ്രോസ് ശരിയാവണം. ഐബ്രോ ശരിയാവണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു ഐ പാലറ്റ് നമുക്ക് ഇങ്ങനെ മേടിക്കാൻ കിട്ടും. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളതിനകത്താണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബ്രഷും ഉണ്ട്. അതുപോലെ തന്നെ ഡാർക്ക് ബ്രൗൺ, ലൈറ്റ് ബ്രൗൺ, ബ്ലാക്ക്, അങ്ങനെ പല കളറിൽ നമുക്ക് ഈ പാലറ്റിലുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമ്മുടെ സ്കിൻ ടോൺ അനുസരിച്ച് നമുക്ക് ഇതിന്റെ കളർ ചൂസ് ചെയ്യാനായിട്ട് പറ്റും. കൂടുതലും ഡാർക്ക് ബ്രൗൺ ഷെയ്ഡുകൾ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഐബ്രോ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കണ്ണിന്റെ കൃഷ്ണമണിയുടെ മേൽഭാഗത്തുനിന്ന് മധ്യഭാഗത്തു നിന്നായിട്ട് വേണം നമ്മൾ എഴുതി തുടങ്ങാനായിട്ട്. ഈ സെന്ററിലേക്ക് വന്നു കഴിയുമ്പോൾ വളരെ ലൈറ്റ് ആയിട്ട് ഒന്ന് ടച്ച് ചെയ്യേ ചെയ്യാവുള്ളൂ. അപ്പൊ ഒരു ഒറിജിനൽ ഫീലിംഗ് കിട്ടും. അപ്പൊ ഇതിനകത്തുള്ള ഈ ബ്രഷും യൂസ് ചെയ്ത് നമുക്കത് ചെയ്യാം. അപ്പൊ ഐബ്രോ ശരിയായി. പിന്നെ കണ്ണിലേക്ക് വന്നു കഴിയുമ്പോൾ നല്ല ഒരു ഐലൈനർ നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ മാറ്റ് ഫിനിഷിംഗ് ആയിട്ടുള്ള 24 hours ഒക്കെ നിൽക്കുന്ന നല്ല ഐലൈനറുകൾ ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടും. അപ്പൊ നിങ്ങൾ അത് കൂട്ടൊരു ഐലൈനർ കയ്യിൽ വെക്കാം. അതുപോലെ തന്നെ ഒരു മസ്കാര വയ്ക്കുക. പിന്നെ ഉള്ളത് കാജലാണ്. കാജൽ എഴുതുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പലരും ഇപ്പൊ മേള് മാത്രം എഴുതി നിർത്തുന്നവരുണ്ട്. പക്ഷെ കാജൽ ലൈറ്റ് ആയിട്ടാണെങ്കിലും ഒന്ന് എഴുതി കൊടുത്താൽ കണ്ണിന് എന്തെങ്കിലും തളർച്ചയോ ക്ഷീണമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഹൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ കുഴിഞ്ഞ കണ്ണുള്ളവര് കണ്ണിന്റെ അടിയിൽ ബ്ലാക്ക്
ഇതുള്ളവരൊക്കെ നമുക്ക് കളർ കറക്റ്റർ ഇട്ട് കറക്റ്റ് ചെയ്തതിന് ശേഷം ഒരു കാജലും കൂടി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ണൊന്നും കൂടി പ്രൊജക്ട് ചെയ്ത് നല്ല ഭംഗിയായിട്ട് നിൽക്കും. അപ്പൊ നമ്മളൊരു ചെറിയ ഒന്നും പറ്റിയില്ല ഇതുപോലത്തെ ചെറിയ ഏതെങ്കിലും ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ ഒരു കാജലായി. അപ്പൊ കണ്ണിന്റെ കാര്യം തീർന്നു. ഇനി ലിപ്പിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് ഡയറക്റ്റ് നമ്മൾ ലിപ്സ്റ്റിക്ക് അങ്ങനെ കൊണ്ടുപോയി ലിപ്പിലിടരുത്. ലിപ്പിലേക്ക് ആദ്യം നമ്മളൊരു ലിപ് ബാം യൂസ് ചെയ്യുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊന്ന് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനായിട്ട് ഒരു ഭംഗിയാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു ലിപ് ബാം കൊടുക്കുക. അപ്പൊ നമുക്കൊരു ഭാരം തോന്നില്ല, നമ്മുടെ ചുണ്ടിൽ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു ഭാരം നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അപ്പൊ ഒരു ലിപ് ബാം ഇടുക. ലിപ് ബാം ഇട്ടതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് യൂസ് ചെയ്യാം. അതിന് മുമ്പ് നിങ്ങളിൽ ഒരു പെൻസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു ഷെയ്ഡ് ഔട്ട്ലൈൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. അങ്ങനെ ഒരു ഇച്ചിരി ഡാർക്ക് ഷെയ്ഡ് കൊണ്ട് നമുക്കൊരു ലിപ് ലൈൻ ഇട്ട് കൊടുത്തതിന് ശേഷം അതിനകത്ത് ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല നീറ്റ് ആയിട്ടിരിക്കും, നല്ല വൃത്തിയായിട്ടിരിക്കും. അപ്പൊ നമുക്കിപ്പോൾ ചുണ്ട് കുറവാണെങ്കിൽ അതിനനുസരിച്ച് വരച്ച് നമുക്കത് കൂട്ടാം. ഇനി കൂടുതലുള്ളവരാണെങ്കിൽ അത് കുറച്ച് കുറയ്ക്കാം. അങ്ങനെയൊക്കെ നമുക്ക് പെൻസിൽ ഉണ്ടെങ്കിൽ ലിപ് പെൻസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് അതിനകത്ത് ഈ ലിപ്സ്റ്റിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു ഫിനിഷിംഗ് ലുക്കാണ്. അതിനുശേഷം നമുക്ക് ഇപ്പൊ അതിനുള്ള ലിപ് ഗ്ലോസുകളുണ്ട്. അതായത് ഇതുപോലെയുള്ള ലിപ് ഗ്ലോസും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പക്ക ക്ലിയർ ആയി. ഇത്ര ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യമുള്ള ഒരു മേക്കപ്പ് ആയി. ലാസ്റ്റ് നിങ്ങൾക്ക് ഒരു കോമ്പാക്ട് പൗഡർ എടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് വിടാം. ഇനി ബ്ലഷ് ഇടുന്നവർ ഇഷ്ടമാണെന്ന് ബ്ലഷ് ചിലർ ചുമ്മാ വാരി തേക്കും. ബ്ലഷ് ഇടുന്നതിന് ഒരു വൃത്തിയൊക്കെ ഉണ്ട്, അതായത് ഒരു ഏരിയ ഉണ്ട്. ചുമ്മാ പണ്ടൊക്കെ ഇങ്ങനെയൊക്കെ കൊണ്ടു ഇടുമായിരുന്നു ബ്ലഷ്. അങ്ങനല്ല ബ്ലഷ് ഇടാം. നല്ലോണം ചിരിച്ചിട്ട് നമ്മുടെ ഈ ബോണില്ലേ ഇവിടുന്ന് ഇങ്ങനെ മേളിലേക്കാണ് ബ്ലഷ് ഇടുക. 1 2 3 2-3 ഡോട്ട് ആവശ്യമുള്ളൂ. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഇതാക്കി കൊടുക്കുക, ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഒരിക്കലും അവിടുന്ന് ഇങ്ങോട്ടാവരുത്, ഇവിടുന്ന് അങ്ങോട്ട് മേളിലേക്ക്, താഴത്തുനിന്ന് മേളിലേക്ക്. അതായത് ഈ ബോണിന്റെ മേളിലാണ് ശരിക്കും വേണ്ടത്. ഇത് താഴത്തേക്ക് അയക്കുന്നു കഴിഞ്ഞാൽ നമുക്ക് കവിളിന് ഭയങ്കരമായിട്ട് വലിപ്പം തോന്നി തൂങ്ങി നിൽക്കുന്ന മാതിരി ഫീൽ ചെയ്യും. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ബ്ലഷ് ഇടാൻ ആഗ്രഹമുള്ളവർക്ക്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നല്ലൊരു കോമ്പാക്ട് പൗഡറും കൂടി ഇട്ടാൽ അത്യാവശ്യം നമുക്കുള്ള ഒരു മേക്കപ്പായി. നമുക്ക് ഡെയിലി നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് രീതിയാണിത്. ലാസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സെറ്റിംഗ് സ്പ്രേയും കൂടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി മേക്കപ്പായി. നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിന് അത്യാവശ്യം ഒന്ന് ഒരുങ്ങി പോവാൻ, ഒരു ഓഫീസിലേക്ക് പോവാൻ, അല്ലെന്നുണ്ടെങ്കിൽ കോളേജിൽ പോകുന്നവർക്കൊക്കെ ഇതൊരു ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ കമന്റ് ചെയ്യാനൊക്കെ മറക്കരുത്. ഇനി ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് പ്രൊഫഷണലായി ബ്യൂട്ടീഷ്യൻ പഠിക്കണമെന്നോ അല്ലെങ്കിൽ കോസ്മെറ്റോളജി പഠിക്കണോ അല്ലെങ്കിൽ മേക്കപ്പ് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ലിയ ബ്യൂട്ടി സ്റ്റുഡിയോ എന്ന ഈ സ്ഥാപനത്തിൽ ഒരു അക്കാഡമി കൂടിയാണ്. അങ്ങനെ പ്രൊഫഷണലായിട്ട് നിങ്ങൾക്കിപ്പോൾ മേക്കപ്പ് പഠിക്കണം, അല്ലെങ്കിൽ മൈക്രോ ബ്ലേഡിങ് പഠിക്കണം, ഹെയർ എക്സ്റ്റൻഷൻ പഠിക്കണം, നെയിൽ ആർട്ട് പഠിക്കണം, അങ്ങനെയൊക്കെ ആഗ്രഹമുള്ള, അതുപോലെ ലേസർ ട്രീറ്റ്മെന്റ്സ് പഠിക്കണം, അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവർക്ക് നമ്മളുടെ അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കോസ്മെറ്റോളജി ഡിപ്ലോമ കോഴ്സും അഡ്വാൻസ്ഡ് ഡിപ്ലോമ കോഴ്സുകളും ഒക്കെ ഇവിടെ നടത്തപ്പെടുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ വിദേശ ജോലിക്കൊക്കെ പോകാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇതൊരു വളരെ നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ വീണ്ടും അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താൽക്കാലികമായി ഇവിടെ പറയുന്നു, നിങ്ങളുടെ സ്വന്തം ജിജി എബ്രഹാം. താങ്ക് യു.